അനക്ക സൂക്ഷിച്ച് വേണം പോവാൻ, വേണമെങ്കിൽ ഞാൻ ഒരു വണ്ടി അറേഞ്ച് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ അനക്ക പറയുകയാണ്, ഡോക്ടർ കാണിക്കുന്ന ഈ മാന്യത പോലും എന്നോട് മറ്റാരും കാണിക്കുന്നില്ല, എൻ്റെ മോളോർത്ത് മാത്രമാണ് എനിക്ക് സങ്കടം എന്നൊക്കെ പറഞ്ഞ് പൊട്ടി പൊട്ടി കരയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ അനഘയ്ക്ക് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറത്തുള്ള സങ്കടമാണ് നമ്മുടെ അഭി കൊടുത്തിരിക്കുന്നത്. വഴി കൂടെയൊക്കെ വരുമ്പോഴത്തേക്കും കരഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞിട്ടാണ് വരുന്നത്. പരിസരബോധം ഇല്ലാതെ നിന്നിട്ട് റോഡിൽ നിന്നിട്ടൊക്കെ നമ്മുടെ അനഘ കരയുന്നുണ്ട്, രണ്ടും കൽപ്പിച്ച്. അതിനുശേഷം അനഘ ഇങ്ങനെ നടന്നു പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഭിയാണ് കേട്ടോ. നമ്മുടെ നവ്യയും അതുപോലെ അഭിയും കൂടെ വീട്ടിലോട്ട് വന്ന് കയറുകയാണ്. അപ്പോൾ അച്ഛൻ ഇന്ന് പത്രമൊക്കെ വായിക്കുന്നുണ്ട് കേട്ടോ. നേരത്തേക്കും പറഞ്ഞു, ഇനി എന്താവശ്യമുണ്ടെങ്കിലും എന്ത് കഴിക്കണം തോന്നിയാലും നീ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി, ഞാനത് മേടിച്ച് നമുക്ക് വെളിയിലൊക്കെ പോകാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഗോവിന്ദൻ പറയുന്നുണ്ട്, മോനെ ഈ ഒരു സമയത്ത് അങ്ങനെ വെളിയിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് നല്ലതല്ല എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, അച്ഛാ കുഴപ്പമില്ല, ഞാൻ ആദ്യം മായം കലരാത്ത ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണമൊക്കെ മേടിച്ച് കൊടുക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിന്നീട് നമ്മുടെ അഭിക്ക് കോൾ വരുമോ കേട്ടോ. നോക്കുമ്പോഴത്തേക്കിന് അനഘയുടെ കോളാണ്. അപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് തന്നെ ഫോൺ എടുത്തിട്ട് ഞാനിപ്പോൾ വരാമെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയും, ആദർശേട്ടനാണ് ഓഫീസിൽ തന്നെ ലേറ്റ് ആയതുകൊണ്ട് വിളിച്ചതെന്നിങ്ങനെ പറയുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, ജോലിക്കിടയിൽ ഇങ്ങോട്ടേക്ക് വരണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം പറയുന്നുണ്ട്, ആദർശേട്ടൻ അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ അഭിയും പറയുന്നുണ്ട്. പിന്നീട് അഭി പറയുന്നുണ്ട്, അച്ഛൻ അമ്മയോട് പറയണം, ഇവളെ നന്നായിട്ട് നോക്കാൻ പറയണം, ഇനിയിപ്പോൾ പ്രസവത്തിനധികം ദിവസമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ മോനെ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ ചോദിക്കണം. എന്നാൽ ശരി, എന്നാൽ ഞാൻ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി പോവുകയാണ്. പിന്നീട് നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട്, വീട്ടിൽ അനാമികയും കൂടെ ഒന്ന് ശരിയായാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ നവി പറയുന്നുണ്ട്, അവളൊട്ടും ശരിയാവത്തില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റിയ പെണ്ണേ ആയിരുന്നില്ല അവൾ, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൾ ഈ ഒരു കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ലായിരുന്നു, നമ്മളെ നന്ദുവിനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കുള്ളായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നന്ദുവിനെ വിളിക്കുന്നുണ്ടോ എന്തോ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനഘ ഫോൺ വിളിച്ചിരുന്നല്ലോ നമ്മുടെ അഭിയെ. എന്നിട്ട് അഭി ഇങ്ങനെ നടന്ന് അനഘയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്തിനാണാവോ വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഏതാ ആ പെൺകുട്ടി എന്ന് ചോദിക്കേ. അനഘ, നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കേ. നീ ഇന്ന് രാവിലെ പാർക്കിൽ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നത് കണ്ടല്ലോ, ഏതാ ആ പെൺകുട്ടി എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ അഭി അങ്ങ് ടെൻഷൻ ആവുകയാണ്. ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണല്ലോ, നീയല്ലേ പറഞ്ഞത് മറ്റുള്ള ഒരു അനാവശ്യ കൂട്ടുകെട്ടും എനിക്കില്ല എന്ന്. എന്നിട്ട് ഇപ്പം ദൈവം എനിക്ക് വ്യക്തമായ തെളിവുകളോട് കൂടി തന്നെ കാണിച്ചു തന്നിരിക്കുകയാണ്, നിൻ്റെ ആ സ്വഭാവമൊന്നും മാറിയിട്ടില്ല എന്ന്. നിൻ്റെ കല്യാണം കഴിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അത് പിന്നെ എൻ്റെ ജീവിതത്തിൽ നിന്നോട് പറയാത്തതായിട്ട് കുറേ കാര്യങ്ങളുണ്ട്, നിന്നോട് ഞാൻ എല്ലാം പതിയെ പറയാമെന്നിങ്ങനെ നമ്മുടെ അഭി പറയുമ്പോഴത്തേക്കിനും നമ്മുടെ അനഘ പറയും കേട്ടോ, ഞാനെല്ലാം അറിഞ്ഞു, നവ്യ അതാണ് അവളുടെ പേര്, നിൻ്റെ ഭാര്യ എന്നൊക്കെ ഇങ്ങനെ കൈ ചൂണ്ടി അഭിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അവൾക്കൊരു അനിയത്തി ഉണ്ടല്ലോ, നയന. നീ ചേട്ടന് ഇഷ്ടപ്പെട്ട പെണ്ണിനെ നീ വളച്ചെടുത്തിട്ട് അനിയത്തിയെ ചേട്ടന് കൊടുക്കുകയായിരുന്നു അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അന്ന് നടന്ന കഥകളൊക്കെ നിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് ഞാൻ അറിഞ്ഞു. എൻ്റെ കല്യാണം കഴിഞ്ഞൊന്ന് നിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ലെന്ന് കരുതിയിട്ടാണ് ഞാൻ നിൻ്റെ അടുത്തൊന്ന് അത് മറച്ചു വെച്ചത്. നീ ഇനിയും മറ്റുള്ള പെൺകുട്ടികളെ ഇതുപോലെ ശല്യപ്പെടുത്താതെ ഉപദ്രവിക്കാതെ നീ ഒരു കുടുംബമായിട്ട് ജീവിക്കണമെന്ന് തന്നെ എൻ്റെയും ആഗ്രഹമാണ്. ഞാനെന്തിനാണ് നിന്നെ ശല്യപ്പെടുത്തുന്നത്? നിൻ്റെ കല്യാണം കഴിഞ്ഞാലും കുടുംബമായിട്ട് നീ ജീവിച്ചാലും നിനക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നാലും എനിക്ക് വിഷയമല്ല. എൻ്റെ മകൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം. എന്താണെങ്കിലും നിന്നോട് ഞാനൊരു സമയം പറഞ്ഞിട്ടുണ്ട്, ആ സമയം വരെ നീ കാത്തിരുന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അനഘ പറയുന്നുണ്ട്, നീ പറഞ്ഞ ഡേറ്റ് വരെ ഞാൻ കാത്തിരിക്കും, അതിനുശേഷം നിൻ്റെ മുത്തശ്ശനെ ഞാൻ വിളിച്ചിരിക്കും എന്നൊക്കെ പറയുവാണേ. എന്നിട്ട് ഇത് നിങ്ങളുടെ കൊച്ചുമകളാണെന്നും ഈ കൊച്ചുമകളുടെ അച്ഛൻ നീയാണെന്നും ഞാൻ പറഞ്ഞിരിക്കും, ഇത് പറയാതെ ഞാൻ ഇരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ അനഘ അവിടുന്ന് പോകുന്നത്. പിന്നീട് നമ്മുടെ അനഘ ഇങ്ങനെ വീട്ടിൽ വന്നിറങ്ങും കേട്ടോ. ചെറിയൊരു വീടൊക്കെയാണ്. ഓട്ടോയിൽ വന്നിറങ്ങിയിട്ട് പൈസയൊക്കെ കൊടുത്തിട്ട് ഉള്ളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും അമ്മയെന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞു മോളിങ്ങനെ ഓടി വരിക കേട്ടോ. മോളെ എന്ന് പറയുമ്പോഴത്തേക്കിനും മോളിനെ കാണുമ്പോൾ അവിടെ നമ്മുടെ അനഘയ്ക്ക് ഇങ്ങനെ സങ്കടം വരികയാണ്. എന്നിട്ടൊരു കളിപ്പാട്ടമൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിനും വീണ്ടും കുഞ്ഞിനെ നോക്കിയിട്ട് ഇങ്ങനെ വിഷമിച്ച് നെടുവേർപ്പായിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ നമ്മുടെ നയന. പിന്നീട് കാണിക്കുന്ന നമ്മുടെ മുത്തശ്ശനെയാണ്. മുത്തശ്ശൻ ഇങ്ങനെ യോഗയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ സൂര്യ നമസ്കാരം ചെയ്യുന്നതിനിടയ്ക്കാണ് നമ്മുടെ മുത്തശ്ശനൊരു കോൾ വരുന്നത് കേട്ടോ. ഈ സമയത്ത് കോൾ വരുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ ഇങ്ങനെ ഫോൺ എടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും ഫോൺ എടുത്ത് ഹലോ എന്ന് സംസാരിക്കുമ്പോഴത്തേക്കിനും ഹലോ കുട്ടി ആരാന്ന് ചോദിക്കുക. എന്നാലും പറയും ഞാൻ അനഘ എന്ന് പറയും കേട്ടോ. ഞാൻ അനഘ,
എനിക്കൊരു 5 വയസ്സായിട്ടുള്ളൊരു മോളുണ്ട്. ആ മോളിനെ സാറ് ഏറ്റെടുക്കണമെന്ന് പറയുമ്പോഴത്തേക്കിനും ഹലോ ഹലോ എന്നിങ്ങനെ സംസാരിക്കുവേ. അതെ, സാറിൻ്റെ കൊച്ചുമോൻ്റെ മോളാണ്. സാറ് എൻ്റെ മോളിനെ ഏറ്റെടുക്കണം എന്നിങ്ങനെ മുത്തശ്ശനോട് ഇങ്ങനെ അനഘ പറയാണ് കേട്ടോ. അപ്പോൾ ഏത് കൊച്ചുമോൻ്റെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ അനഘ ഫോൺ കട്ടാക്കുകയെ. അപ്പോൾ അതായത് നമ്മുടെ വീണ്ടും വീണ്ടും മുത്തശ്ശൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഹലോ ഹലോ എന്ന്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ നയനയും ആദർശം കൂടി ഇന്ന് ഭക്ഷണം കഴിക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും പറയുന്നുണ്ടായിരുന്നു, നേരത്തെയൊക്കെ അമ്മയാണെങ്കിലും ഭക്ഷണം തന്നു വിട്ടിട്ട് എന്നോട് ചോദിക്കുമായിരുന്നു ഭക്ഷണം എങ്ങനെയുണ്ട്, ഇഷ്ടമായോ, നല്ല ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ. ഇപ്പോഴല്ലേ മനസ്സിലാകുന്നത് മരുമകളുടെ ടേസ്റ്റ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അമ്മായിയമ്മ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. അന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനാണ് കേട്ടോ നമ്മുടെ ദേവയാനിയുടെ കോൾ വരുന്നത്. എന്താ നമ്മൾ പറഞ്ഞ വായി നാക്കിട്ടില്ല, അതിനിപ്പുറം തന്നെ എന്താ അമ്മ വിളിക്കുന്നു എന്നിട്ട് പറഞ്ഞിട്ട് നമ്മുടെ നയൻ ഇങ്ങനെ ഫോണെടുത്ത് സംസാരിക്കുകയാണേ. അമ്മ എങ്ങനെയുണ്ട്, സുഖമാണെന്നൊക്കെ ചോദിക്കും കേട്ടോ. എന്നിട്ട് പറയും മോളെ ചോറുണ്ടോയെന്ന് ചോദിക്കുക. ചോറുണ്ടോണ്ട് ഇരിക്കുകയായിരുന്നു എന്ന് പറയും കേട്ടോ. എങ്ങനെയുണ്ട്, കറിയൊക്കെ ഇഷ്ടമായെന്ന് ചോദിക്കുക. ഇഷ്ടമായെന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശം ഇങ്ങനെ നയനയുടെ നയനയുടെ കയ്യിൽ നിന്ന് ഫോണൊക്കെ മേടിച്ചിട്ട് നിങ്ങളുണ്ടോ ഞാൻ സംസാരിക്കാമെന്ന് പറയും കേട്ടോ. കറി ഒട്ടും മോശമായിരുന്നു, ഒട്ടും കൊള്ളത്തില്ലായിരുന്നു, ഭയങ്കര മോശമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, എൻ്റെ മോൾക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞു, ഇനിയിപ്പം നിൻ്റെ ഇഷ്ടമൊന്നും ഞാനിപ്പം നോക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. മരുമോളെ കിട്ടിയപ്പോഴത്തേക്കിനും ഇപ്പം എന്നെ തള്ളിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ആദർശിച്ച് ചോദിക്കുന്നുണ്ടേ. എടാ, നിന്നെ ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ സ്നേഹിച്ചതല്ലേ, ഇനിയിപ്പോൾ എൻ്റെ മരുമകളെ സ്നേഹിച്ച് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. ഇനിയിപ്പോഴേ സ്നേഹത്തിൻ്റെ മുക്കാലും അവൾക്ക്, ബാക്കി കാൽഭാഗം നിനക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം എന്താ മോളെ നേരത്തെ വരണേ, കടിയൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, അമ്മ ഒന്നും കഷ്ടപ്പെടണ്ട, ഞാൻ അവിടെ വന്നിട്ടൊക്കെ ചെയ്തോളാം എന്ന് പറയുവേ. എന്നിട്ട് അമ്മ എന്തെങ്കിലും കഴിച്ചോന്നൊക്കെ ചോദിക്കുന്നുണ്ടോ കേട്ടോ. ഇല്ല, കഴിക്കണം എന്നൊക്കെ പറയുകയാണേ. അമ്മയ്ക്കിപ്പം നിന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടം പറയുവേ. അന്നേരത്തേക്കും നമ്മുടെ നയന് പറയുന്നുണ്ട്, നിനക്ക് എങ്ങനെയാ, നിനക്കും അങ്ങനെ തന്നെയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നയന് പറയും, എനിക്ക് അങ്ങനെയൊന്നും അല്ല, എനിക്ക് രണ്ടാളുടെ സ്നേഹം വേണം, അതും ഒരുപോലെ എന്ന് പറയേ. അങ്ങനെയൊന്നും അല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയേ. അന്നേരത്തേക്കും നമ്മുടെ നയനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ വിഷമാവുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുവേ. ഒട്ടുമില്ല സ്നേഹമേ, എന്നും ഇങ്ങനെ ഉണ്ടായാൽ മതി എന്ന് നമ്മുടെ ആദർശ് പറയുവാണ് കേട്ടോ. പിന്നീട് നമ്മുടെ ആദർശിൻ്റെ ഫോണിലോട്ട് നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ വിളിക്കുക കേട്ടോ. വിളിച്ചിട്ട് പറയുന്നുണ്ട്, മോനെ നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുകയാണേ. എന്തെങ്കിലും കാരണമില്ലാതെ ഞാൻ വിളിക്കത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞ ഉടനെ വരാമെന്നിങ്ങനെ പറയേ. ശരി, ഓക്കെ, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മുത്തശ്ശൻ ഫോൺ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ നയനയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, മുത്തശ്ശന് ഇങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ, എന്തോ സീരിയസ് ആയിട്ടുള്ള മാറ്റർ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നീ ഇതൊക്കെ കഴിവൊക്കെ ഞാൻ ഒന്ന് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകാനായിട്ട് ഒരുങ്ങുവാണ്. നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ മാല ജപിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ. ഇങ്ങനെ അനൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടേ. ആ കുഞ്ഞ് സാറിൻ്റെ കൊച്ചുമകൻ്റെ മകളാണ്, സാറിൻ്റെ കൊച്ചുമകൾ എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ഇങ്ങനെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്കിനാണ് നമ്മുടെ മുത്തശ്ശന് വീണ്ടും ഒരു കോൾ വരികയാണ് കേട്ടോ. അന്നേരത്തേക്കിനും പറയും, അപ്പോഴത്തേക്കിനും ആ കുട്ടി എന്തിനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇടയ്ക്ക് കോൾ കട്ട് ചെയ്തെന്ന് ചോദിക്കുക. എന്നാലും പറയും, ഞാൻ അനഘയുടെ ബന്ധുവാണ്, ആ കുട്ടിക്ക് ഭയങ്കര സീരിയസ് ആണ്, ICUലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. വളരെ ക്രിട്ടിക്കലായൊരു സിറ്റുവേഷനിലൂടെയാണ് ആ കുട്ടി കടന്നു പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്.